മാനവസേവ മാധവസേവ എന്ന മഹത്തായ വാക്യം പ്രാവർത്തികമാക്കുകയാണ് പത്തനംതിട്ട ചാലപ്പള്ളി വലിയകുന്നം ദേവീക്ഷേത്രം. ഭക്തർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന കാണിക്കയുടെ നിശ്ചിത വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുകയാണ് ക്ഷേത്രം ഭരണസമിതി. നിരാലംബരായ രോഗികൾക്കും തെരുവിൽ അലയുന്നവർക്കും ഭക്ഷണ വിതരണം ഉൾപ്പെടെ ക്ഷേത്ര ഭരണസമിതി നടത്തിവരുന്നു. ഇത് വലിയകുന്നം അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രം. നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുത്തു നൽകാൻ ദേവിക്ക് വറപൊടി നിവേദ്യം ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. തന്റെ ഭക്തരിലൂടെ ദേവി ചില മഹത്തായ മൂല്യങ്ങളും വീണ്ടെടുക്കുന്നു. ക്ഷേത്രം ഭരണസമിതി അശരണരുടെ കണ്ണീരൊപ്പും, ഒറ്റപ്പെട്ടവരെ ചേർത്ത് നിർത്തും, പാവപ്പെട്ടവർക്ക് കൈത്താങ്ങാകും. ഇതിനെല്ലാം മാർഗമാകുന്നത് ക്ഷേത്രത്തിലേക്ക് ഭക്തർ സമർപ്പിക്കുന്ന കാണിക്കയും. പാലിയേറ്റീവ് കെയർ, വിവാഹ ധനസഹായം, പഠന ധനസഹായം, ആപത് സേവ എന്നിങ്ങനെ നാലായി തിരിച്ചാണ് ക്ഷേത്ര ഭരണസമിതിയുടെ സേവന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ക്ഷേത്രത്തിലെ 23ാമത് ഭാഗവത സപ്താഹം നടക്കുകയാണ്. ഈ നാളുകളിൽ ഉച്ചസമയം ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ തെരുവിലലയുന്ന പാവപ്പെട്ട മനുഷ്യരുടെ അരികിലേക്ക് ഭക്ഷണവുമായി എത്തും. അവരുടെ വിശപ്പകറ്റും. ഇതുകൂടാതെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ സപ്താഹ നാളുകളിൽ പ്രധാന ഭക്ഷണ വിതരണവും നടക്കുന്നു. നമ്മളുടെ കമ്മിറ്റി എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പുതിയ മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് ആ സേവനങ്ങൾ തുടർന്നു പോവുകയാണ്. അതായത് നമ്മുടെ അടുത്ത പ്രദേശമായ റാന്നി താലൂക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ ഈ വർഷം മുതൽ ഈ സപ്താഹം നടക്കുന്ന 7 ദിവസങ്ങളിലും ഏതാണ്ട് 250-ൽ പരം ആൾക്കാർക്ക് ഉച്ചഭക്ഷണം നൽകുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്ന നിത്യ വരുമാനത്തിൻ്റെ ഒരു ഭാഗം, അതായത് ഒരു 20% കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വഞ്ചി വെച്ചിട്ടുണ്ട്. ആ വഞ്ചിയിൽ നിന്ന് ലഭിക്കുന്ന തുകയും കൂടെ കൂട്ടിച്ചേർത്ത് കിട്ടുന്ന തുക ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ സഹായമായിട്ട് നൽകുവാൻ വേണ്ടിയിട്ടും ഒരു പരിശ്രമം നമ്മൾ ഈ വർഷം മുതൽ തുടങ്ങിയിട്ടുണ്ട്. വരും വർഷം മുതൽ എല്ലാ ദിവസവും ഭക്ഷണ വിതരണം ബൃഹത്തായ പദ്ധതിയും ക്ഷേത്രം ഭരണസമിതിയുടെ തീരുമാനത്തിലുണ്ട്. ഈ ആതുരാലയത്തിൽ എത്തുന്ന രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാർ, ഇവിടുത്തെ ജീവനക്കാർ അടക്കമുള്ള ആളുകൾക്ക് എല്ലാ ദിവസവും സപ്താഹ സമയത്ത് എല്ലാ ദിവസവും ഭക്ഷണം എത്തിക്കുന്ന വലിയൊരു ദൗത്യം, അതൊരു കടമയായി തന്നെ, ഔദാര്യമായല്ല, ഒരു കടമയായി തന്നെ ഏറ്റെടുക്കുകയാണ് ഭരണസമിതി നടത്തിയത്. മനുഷ്യൻ പരസ്പരം സ്നേഹിച്ചാൽ, സഹായിച്ചാൽ അതിനപ്പുറം ഈശ്വരസേവ മറ്റൊന്നുമില്ല. മറ്റ് ആരാധനാലയങ്ങൾക്കും മാതൃകയാക്കാവുന്ന സന്ദേശം സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണ് വലിയകുന്നം അന്നപൂർണേശ്വരി ദേവീക്ഷേത്ര ഭരണസമിതി. ജനം, പത്തനംതിട്ട.